റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരത്തെ കല്ലമ്പലത്തെ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. കടുവപ്പള്ളി KTCT സ്കൂളിലെ +2 വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. പരീക്ഷയ്ക്കായി എത്തിയപ്പോൾ 10-ലധികം +1 വിദ്യാർത്ഥികൾ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ കുട്ടിയുടെ ശ്വാസകോശത്തിന് ഗുരുതരമായി പരിക്കേറ്റു. പഴയ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പരാതി. സ്കൂൾ മാനേജ്മെന്റ് ഒളിച്ചു കളിക്കുന്നുവെന്നും നടപടി ഒരു വിദ്യാർത്ഥിയിൽ ഒതുക്കിയെന്നും കുടുംബം ആരോപിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണാം. താമരശ്ശേരി മോഡൽ മർദ്ദനം കല്ലമ്പലത്ത്. നോക്കൂ, എത്ര ബ്രൂട്ടലായിട്ടാണ് ഇടിക്കുന്നത്. കൂട്ടം കൂടി നിന്ന് ഇടിക്കുകയാണ്. പടപടാന്ന്. +1 വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്നാണ് ഇടിക്കുന്നത്. താമരശ്ശേരി മാതൃകയിലുള്ള ഇടിയാണ്. പരീക്ഷ എഴുതാൻ വന്നപ്പോഴാണ്. CCTV ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത്. ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് കിട്ടി. ആ കുട്ടിയുടെ ശ്വാസകോശത്തിൽ പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. പബ്ലിക് എക്സാമിന് പോയതാണ് മോൻ. ഒറ്റയ്ക്ക് പരീക്ഷ കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ കൂട്ടം കൂടി കുട്ടികളോട് ആക്രമിക്കുകയായിരുന്നു. അവന് ആദ്യം ഷോൾഡർ പൊട്ടല്, ഈ കൈര ഇവിടെ പൊട്ടല്, പിന്നെ കാലിൻ്റെ ഈ വലത്തെ കാലിൽ. അത് കഴിഞ്ഞ് അവിടുന്ന് കഴുത്തിന് ബാലൻസ് ഇല്ല, ചവിട്ട് നെഞ്ച് കിട്ടിയെന്ന് പറഞ്ഞു. പെട്ടെന്നൊരു സ്കാൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. സ്കാനിങ്ങിലൂടെ അവർ പറഞ്ഞു ലെൻസിന് ഇവിടെ ബഡ്ജായി നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണം, അടിയന്തരമായിട്ട് ഓപ്പറേഷൻ ചെയ്യണം. വിദ്യാഭ്യാസ മന്ത്രി അവിടെ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്, സ്കൂളിൽ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ അവർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എൻ്റെ കൊച്ചിനെ ഒരു ദിവസം അവിടെ പഠിച്ച ഒരു ഇതുപോലും അവരാരും മനസാക്ഷി കാണിച്ചിട്ടില്ല. എന്താണ് സംഭവം? പഴയൊരു തർക്കമാണെന്ന് തോന്നുന്നു. ആ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് ഒളിച്ചു കളിക്കുന്നു എന്നൊരു പരാതിയുണ്ട്. മനീഷ് മഹിപാൽ നമുക്കൊപ്പം ചേരുന്നു. മനീഷേ, ഇത് താമരശ്ശേരി മോഡൽ അടിയാണല്ലോ അടിച്ചത്. ശ്വാസകോശത്തിനൊക്കെ പരിക്കേൽക്കുക എന്ന് പറഞ്ഞാൽ നെഞ്ചും കൂടിനിട്ട് ഇടിച്ചിട്ടുണ്ട് അല്ലേ? അതെ അരുൺകുമാർ, ഇത് സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് നിലവിൽ SP കൈമാറിയിട്ടുണ്ട്. അതിൽ പറയുന്നത് കഴിഞ്ഞ 22-ന് നടന്ന ആക്രമണം അത് മുൻവൈരാഗ്യമാണ്. 5 മാസങ്ങൾക്ക് മുൻപ് ബാനർ കെട്ടിയതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ KTCT സ്കൂളിൽ ഒരു തർക്കം നടന്നിരുന്നു. അതിനുശേഷം പലതവണ ഈ വിദ്യാർത്ഥിയുമായി, അതായത് ഗ്യാങ്ങോടുകൂടി തന്നെ പല തർക്കങ്ങളും നടന്നു. അങ്ങനെ ഒറ്റയ്ക്ക് കിട്ടിയ വിദ്യാർത്ഥിയെ +1 വിദ്യാർത്ഥി, +2 കൊമേഴ്സ് വിദ്യാർത്ഥിയായ മുഹമ്മദ് സൈദാലിയെ +1 ഹ്യൂമാനിറ്റീസിൽ പഠിക്കുന്ന 10ഓളം വിദ്യാർത്ഥികളാണ് മൂത്രപ്പുരയിലേക്ക് പോകുന്ന കൊറിഡോറിൽ വെച്ച് ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ, അതായത് പരീക്ഷയ്ക്ക് ശേഷം മൂത്രമൊഴിക്കാനായി കൊറിഡോറിന്റെ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഒറ്റയ്ക്ക് ഈ വിദ്യാർത്ഥിയെ കിട്ടിയ സമയത്താണ് തക്കം നോക്കി +1 ഹ്യൂമാനിറ്റീസിലെ 10ഓളം വിദ്യാർത്ഥികൾ, പെൺകുട്ടികളടക്കം ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം, അവരുടെ മുന്നിലിട്ടാണ് 5 മിനിറ്റോളം സമയമാണ് അവിടെ ഇടിച്ചത്. അതിനുശേഷം ഒരു അധ്യാപിക അതിൻ്റെ ഭാഗത്തുകൂടി കടന്നു വന്ന് ഈ വിദ്യാർത്ഥി നിലവിളിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ മാത്രമാണ് ഇവർ അവിടെ നിന്നും പോയത്. അതായത് ഈ അധ്യാപികയുടെ മുമ്പിൽ വെച്ച് പോലും വിദ്യാർത്ഥികൾ ആ ഇടി നിർത്താൻ അല്ലെങ്കിൽ മർദ്ദനം നിർത്താൻ തയ്യാറായില്ല. അധ്യാപിക അടുത്തേക്ക് ഓടി വന്നപ്പോൾ മാത്രമാണ് ഈ വിദ്യാർത്ഥികൾ ഈ മർദ്ദനം നിർത്തിപ്പോയത്. ഇതിന്റെ വിശദമായ വിവരം സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് നിലവിൽ SP കൈമാറിയിട്ടുണ്ട്. ഗൗരവത്തോടെയാണ് പോലീസ് ഇത് കാണുന്നത്. കല്ലമ്പലം പോലീസിൽ ഇപ്പോൾ സ്കൂൾ അധികൃതരും വീട്ടുകാരും പരാതി കൊടുത്തിട്ടുണ്ട്. സ്കൂൾ അധികൃതർ പക്ഷേ ഈ വിഷയം, ഈ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു പോകാതിരിക്കാനും സ്കൂളിന്റെ പേരുദോഷം വരാതിരിക്കാനും ഈ വാർത്ത മൂടിവെക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ മാത്രം, അതായത് ഈ സെയ്തലെ മർദ്ദിച്ചതിൽ ഒരു വിദ്യാർത്ഥിക്കെതിരെ മാത്രം നടപടി എടുത്തുകൊണ്ട് ഒതുക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ് ഈ വീട്ടുകാരുടെ ആരോപണം. പക്ഷേ ഇപ്പോഴിതാ ഇത് പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കൂടി കൈമാറുന്നു. കാരണം നിസ്സാരമായ പരിക്കല്ല, ശ്വാസകോശത്തിനടക്കം ഗുരുതരമായ പരിക്കുണ്ട്. ഈ പറയുന്ന കൈയുടെ തോളലിനോ കൈക്കോ മാത്രമല്ല, ശ്വാസകോശത്തിന് ഇനി ശസ്ത്രക്രിയ വേണമെന്നാണ് നിലവിൽ പറയുന്നത്. അങ്ങനെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് സെയ്ദലി. താങ്ക് യു മനീഷാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ കുട്ടിയുടെ അവസ്ഥ നോക്കിയേ. എന്താ അവസ്ഥ? കഴുത്തിനൊക്കെ ഇട്ട് അല്ലേ അത്രമേൽ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. SFIയും KSU ഒക്കെ ഉണ്ടായിരുന്ന പഴയ കാലം തന്നെയാണ് കുറച്ചുകൂടി മെച്ചം. ഇതൊക്കെ എല്ലാ ഇടിക്കുന്നതിന് താമരശ്ശേരി മാതൃകയിൽ ഗ്യാങ് വാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പല ക്ലാസ്സുകളും തിരിഞ്ഞിട്ടാണ് അടിക്കുന്നത്. ഈ പിള്ളേരെയൊക്കെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ, എന്താണ് ഈ പിള്ളേർക്കൊക്കെ പഠിക്കുന്ന പാഠം? എന്താണ്? ആർക്ക് അധികാരമുണ്ട് ഒരാളുടെ ദേഹത്തെ കൈവയ്ക്കാൻ? നെഞ്ചുകൂടെ ഇടിച്ച് തകർത്ത് കളഞ്ഞു. പാവം ആ ശ്വാസകോശത്തിലൊക്കെ പരിക്കേറ്റു എന്നാണ് പറയുന്നത്. ആ കുട്ടികളുടെ രക്ഷിതാക്കൾ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ടാവും, കുട്ടി എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ടാവും. കർശനമായ നടപടിയെടുക്കണം, താക്കീത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള വിവരം അവരെ ബോധ്യപ്പെടുത്തണം, രക്ഷിതാക്കളെയും കുട്ടികളെയും.